സർവീസ് പെൻഷൻ പ്രായത്തെ സംബന്ധിച്ച് സർവീസ് രംഗത്തിൽ വലിയ വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. പല വീഡിയോകളും ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സമീപനം ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഗവൺമെൻറ്റിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നു. മാത്രമല്ല കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. കുറച്ചുകൂടി ഒരു ഡെമോക്രാറ്റിക് ആവുകയാണ് ഗവൺമെൻറ്. കാര്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വർഷത്തെ പെൻഷൻ പ്രായത്തിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ പെൻഷൻ പ്രായം കൂട്ടാനുള്ള സാധ്യതയില്ല. എന്നാൽ ധവളപത്രത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ശുപാർശ ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ, മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും പ്ലാനിംഗ് ബോർഡ് മെമ്പറുമൊക്കെയായിരുന്ന നമ്മുടെ ധവളപത്രം കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായി 60 വയസ്സായി ഏകീകരിക്കണമെന്ന് പറയുന്നു. കൂട്ടലല്ല ശരിക്ക്, അതായത് ഏകീകരണമാണ് ഇപ്പോൾ പറയുന്ന വാക്ക്. കാരണം പങ്കാളിത്ത പെൻഷൻകാർക്ക് ഇപ്പോൾ തന്നെ 60 വയസ്സാണ്. പിന്നെ ഇനി ഇപ്പോൾ PSC പ്രായം 45 വയസ്സ് വരെ ആക്കി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് ഈ പെൻഷൻ കൂട്ടുന്നതായി ബന്ധപ്പെട്ട്. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ നിൽക്കുന്നവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം എന്നതാണ് ഈ ചിന്ത. പക്ഷേ അങ്ങനെ കിട്ടുമോ എന്ന് അറിയില്ല. എന്തായാലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്കും കൂടി 60 വയസ്സാക്കി ഏകീകരിക്കണമെന്നുള്ളതാണ് സർവീസ് സംഘടനകളുടെ ഡിമാൻഡ്. പക്ഷേ ഇപ്രാവശ്യം അതുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതേസമയം പങ്കാളിത്ത പെൻഷനെ പേരങ്ങനെ തന്നെ നിലനിർത്തി പുതിയ ഫോർമാറ്റിലേക്ക് പോയി കൂടുതൽ ജനപ്രിയമാക്കും എന്നും കേൾക്കുന്നു. അഷ്വേർഡ് പെൻഷൻ അല്ല എന്നും കേൾക്കുന്നു. DA ഒരു DA അല്ലെങ്കിൽ 2 DA കൊടുക്കുകയും ബാക്കി DAയും DRനെ സംബന്ധിച്ച് ക്രമപ്പെടുത്തൽ ഒരു സിസ്റ്റമാറ്റിക് ആക്കുന്ന ഒരു പ്രവർത്തനവും ഇപ്രാവശ്യം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ വളരെ വലിയ സാധ്യതയാണ് കാണുന്നത്. ഈ പെൻഷൻ പ്രായം കൂട്ടാനുള്ള സാധ്യത കാണുന്നില്ല ഈ വർഷം. കാരണം അത് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തും. തുടക്കത്തിൽ തന്നെ ഗവൺമെൻറ് വന്ന് 1 മാസം ആവുന്ന മുമ്പേ തന്നെ, അല്ലെങ്കിൽ 100 ദിവസം ആവുന്ന മുമ്പേ തന്നെ അത്ര വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തുന്നത് ശരിയല്ല. പക്ഷെ വരുന്ന വർഷങ്ങളിൽ ഇതിൻ്റെ സാധ്യത ഗവൺമെൻറ് പരിശോധിക്കപ്പെടും എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും പെൻഷൻ പ്രായം കൂട്ടുന്നില്ല. അതേസമയം അഷ്വേർഡ് പെൻഷൻ അല്ലെങ്കിൽ ഈ പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. മെഡിസെപ്പിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. DA DR കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തിൽ ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ പോയ ഒരു വിഷയമാണ് 8 ഗഡുക്കളായി കൊടുക്കും എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒരു ക്ലാരിറ്റി അതിനകത്ത് ഉണ്ടായില്ല. പക്ഷേ കൃത്യമായൊരു ക്ലാരിറ്റി ഓരോ ജിയോയും അടുത്തതിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ള നിലയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ഇറങ്ങിയത്. പക്ഷേ അതല്ല, ഇപ്രാവശ്യം സ്പെസിഫിക്കായി കൊടുക്കുന്ന നിലയിലേക്കുള്ള ഓർഡർ ഇറങ്ങും. അത് PFൽ ലയിപ്പിക്കുമോ, അതോ നേരിട്ട് കൊടുക്കുമോ, അതോ DAക്കാർക്ക് PFൽ കൊടുത്തിട്ട് സർവീസിലുള്ളവർക്ക് PF കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് DR കൊടുക്കുമോ, അത് PF ലയിപ്പിച്ചാലും പെട്ടെന്ന് തന്നെ അത് തിരിച്ചെടുക്കാൻ ലോൺ ഉൾപ്പെടെ ആ DA ഉൾപ്പെടെയുള്ള തുക തിരിച്ചെടുക്കാനുള്ള അവസരം കൊടുക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി ഉത്തരവിൽ വരേണ്ടത്. എന്തായാലും പെൻഷൻ പ്രായം കൂട്ടാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്.